ചെയ്യുന്നത്. അതിനെതിരെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് തരുന്നോ, അല്ലെങ്കിൽ ഇന്ന വികസന പദ്ധതി നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്നെങ്കിലും പറയണ്ടേ? അത് പറയാതെ ഈ നവ കേരള സദസ്സിനെ ഒതുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ഈ കോൺഗ്രസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കത്തില്ല. കേരളത്തിൽ നമ്മുടെ ജനങ്ങൾ, നമുക്കറിയാം, ഓരോ നവകേരള സദസ്സിലും ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഈ നവകേരള സദസ്സിനെ സ്വീകരിക്കുവാൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണുവാൻ വേണ്ടി അവർ എത്തിച്ചേരുന്നതാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അതൊരു കാരണവശാലും പിന്നോട്ട് പോകില്ല. തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഈ നവകേരള സദസ്സ് 2 ദിവസത്തിനകം സമാപിക്കാൻ പോവുകയാണ്. 36ഓളം ദിവസങ്ങൾ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നവകേരള സദസ്സിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണകൂടം ഒന്നാകെ താഴെത്തട്ടിലെ ജനങ്ങളുടെയൊക്കെ മുമ്പിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ജനങ്ങളോടാണ് ഇവിടെ നടപ്പിലാക്കുന്ന വികസന പ്രവൃത്തി. ജനങ്ങളുടെ ഏതാവശ്യങ്ങളും നമുക്കറിയാം. അതൊക്കെ എന്താണ് നടപടിയെടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് നമ്മുടെ ഈ കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഈ നവ കേരള സദസ്സിനെ വൻപിച്ച വിജയപ്രദമാക്കി മാറ്റുവാൻ മുന്നോട്ട് വന്ന നമ്മുടെ ഈ ആറ്റിങ്ങൽ നിവാസികൾക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ നവസദസ്സിൻ്റെ അധ്യക്ഷ, ഈ നാടിൻ്റെ ഊർജ്ജസ്വലയായ MLA, നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ശ്രീമതി വോയ്സ് അംബിക, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ P. രാജീവ്, വ്യവസായ വകുപ്പ് മന്ത്രി, അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ രാധാകൃഷ്ണൻ, MLA പ്രിയങ്കരനായ ശ്രീ ജോയ്, ജില്ലാ കളക്ടർ, മറ്റ് ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, നവംബർ 18-ാം തീയതി മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് 23-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന നവകേരള സദസ്സാണ് ഇന്ന് ആറ്റിങ്ങൽ എത്തി നിൽക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഒന്നാകെ ഓരോ നിയോജക മണ്ഡലങ്ങളിലും പോയി ജനങ്ങളെ കണ്ട് സമ്മതിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നാം എല്ലാം ഇവിടെ സാക്ഷികളായിരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായതായി നമുക്കാർക്കും ഓർമ്മയില്ല. ഒരു പുതിയ സമീപനം ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു പരിശ്രമം ഗവൺമെൻറ് നടത്തുമ്പോൾ അതിനെ അകാരണമായി ആദ്യം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു, അപവാദങ്ങൾ പ്രചരിപ്പിച്ചു, ആക്രമണം അഴിച്ചുവിട്ടു. ഇപ്പോൾ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് നവകേരള സദസ്സിനെ കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിനും കൂട്ടർക്കും കുരിശ് കണ്ട ചെകുത്താനെ പോലെ ആയിരിക്കുകയാണ്. എന്തിനാണ് ഇതിനെ എതിർക്കുന്നതെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. ഒരു ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ്, അല്ലാതെ ഓട് പൊളിച്ചിറങ്ങിയ ഒരു ഗവൺമെൻറ് അല്ലല്ലോ. തെരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയമായ പോരാട്ടമാണ്, മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതെല്ലാവരുടെയും ഗവൺമെൻറ്റാണ്. ഈ കൂടിയിരിക്കുന്ന സദസ്സിൽ തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് ഈ ഗവൺമെൻറ് അനുകൂലമായി വോട്ട് ചെയ്തവരുണ്ടാകാം, എതിരായി വോട്ട് ചെയ്തവരുണ്ടാകാം. പക്ഷെ ഒരു ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, 5 വർഷക്കാലം ഭരിക്കാനുള്ള വിധി എഴുതി കഴിഞ്ഞാൽ, ആ ഗവൺമെന്റ് എല്ലാവരുടെയും ഗവൺമെന്റാണ്. എനിക്കിഷ്ടമില്ലാത്ത ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ അംഗീകരിച്ചല്ലേ പറ്റൂ. അങ്ങനെ ഒരു ഗവൺമെന്റ്, ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ജനങ്ങളെ കാണാൻ വരുമ്പോൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തുമ്പോൾ എന്തിനാണ് അവരെ തടയാൻ ശ്രമിക്കുന്നത്?
എന്തിനാണ് ഇവിടെ ആക്രമണം അഴിച്ചുവിടുന്നത്? എന്തിനാണ് ആ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്നത്? എന്തിനാണ് ആ വാഹനത്തിന് നേരെ ചെരുപ്പെറിയുന്നത്? എന്തിനാണ് അവിടെ അലങ്കോലമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? പക്ഷേ കേരളത്തിൽ ഇതെല്ലാം അഴിച്ചുവിട്ടിട്ടും ജനങ്ങൾ കൂടുതലായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്കെല്ലാം കാണുവാൻ കഴിയുന്നത്. ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ തന്നെ സംഘാടകരുടെ ഒരു കണക്കനുസരിച്ച് അവരൊരു പന്തലുണ്ടാക്കി. പക്ഷേ സംഘാടകരുടെ കണക്കെല്ലാം തെറ്റിച്ച് ആ പന്തലിനപ്പുറത്തേക്ക് ഒഴുകി നിൽക്കുന്ന ജനങ്ങളെയല്ലേ നമ്മൾ ഇവിടെ ഈ മണ്ഡലത്തിലും ആറ്റിങ്ങലിലും കാണാൻ കഴിയുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെമ്പാടും കാണുവാൻ കഴിയുന്നത്. ഈ കാഴ്ചയിൽ വിറളിപ്പുണ്ട അസ്വസ്ഥരായ പ്രതിപക്ഷം ഒരു കാരണവുമില്ലാതെ ഇതിനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇന്നലെയും ഇന്നുമായി നിങ്ങൾക്കറിയാം, സാധാരണ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ ഒരു പ്രക്ഷോഭണം നടത്തിയാൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും, ഒരു ഡിമാൻഡ് ഉണ്ടാകും. ഇന്ന ഡിമാൻഡിന് വേണ്ടി ഞങ്ങൾ സമരം. എന്തെങ്കിലും ഡിമാൻഡ് ഇന്നലെയും ഇന്നുമായുള്ള സമരത്തിനുണ്ടോ? എന്ന് മാത്രമല്ല, ആയുധവുമായി ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ മുമ്പിൽ നിന്നുകൊണ്ട് അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കാഴ്ച ചിത്രം കേരളം കാണുന്നത് ആദ്യമായിട്ടാണ്. സാധാരണ എല്ലാവരും നേതാക്കന്മാർ സമാധാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ ആക്രമണം നടത്തണം, അടി കൊടുക്കണം, തിരിച്ചടിക്കണം, പോലീസിനെ ആക്രമിക്കണം, ബസ്സുകൾ കത്തിക്കണം എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കേരളം കാണുന്നത് ആദ്യമായിട്ടാണ്. ഇദ്ദേഹത്തിന് എങ്ങാനും ഒരു മന്ത്രി എങ്ങാനും ആകാൻ അവസരം കിട്ടിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? 91 MLA-മാരുണ്ടായിരുന്ന ഒരു മുന്നണിക്ക് 5 വർഷത്തെ ജനങ്ങൾക്ക് നൽകിയ ഭരണം അതവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കൂടുതൽ സീറ്റ് നൽകി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തുടർ ഭരണം ഈ ഗവൺമെന്റ് നൽകിയതിന് ഇത്ര അസ്വസ്ഥരാകേണ്ട കാര്യമുണ്ടോ? അതാണല്ലോ ഈ കാണുന്നത്. ഈ നാടിന്റെ വികസനം മുരടിച്ചു നിന്നൊരു കാലഘട്ടത്തിൽ അധികാരമേറ്റെടുത്തൊരു ഗവൺമെന്റാണ് പിണറായി സർക്കാർ. ദേശീയപാത വികസനം മുരടിച്ച് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അവതാളത്തിലാക്കി, ഇടമൺ കൊച്ചി പവർ ഹൈവേ നിലച്ച്, കൊടുത്തിരുന്ന 600 രൂപ പോലും പെൻഷൻ കൊടുക്കാൻ കഴിയാതെ 18 മാസക്കാലം ജനങ്ങളെ പട്ടിണിക്കിട്ട്, അങ്ങനെ വികസനത്തിലും സാമൂഹ്യക്ഷേമ രംഗത്തുമെല്ലാം മുരടിപ്പ് ഉണ്ടാക്കി പ്രതിഷേധം ഏറ്റുവാങ്ങി ജനങ്ങളുടെ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയ ഒരു ഗവൺമെന്റ്. ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇരുന്ന ജനങ്ങളുടെ മുമ്പിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റെടുത്ത് രംഗത്ത് വന്നത്. പ്രതികൂലമായ ഏറെ സാഹചര്യങ്ങളുണ്ടായി. ഓഖി, നിപ്പ, 2 പ്രളയങ്ങൾ, മഹാമാരി, കോവിഡ് മഹാമാരി, ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നാടിന്റെ വികസനവുമായി മുന്നോട്ട് പോയില്ലേ? നിർത്തിവെച്ചിരുന്ന ദേശീയപാത വികസനം യാഥാർത്ഥ്യമായില്ലേ? ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തിയാക്കിയില്ലേ? കൊച്ചി ഇടമൺ പവർ ഹൈവേ പൂർത്തിയാക്കിയില്ലേ? 600 രൂപ പെൻഷൻ 18 മാസം മുടക്കിയത് കൊടുത്തില്ലേ? അത് 600 1000 ആക്കിയില്ലേ? 1000 1200 ആക്കിയില്ലേ? 1200 1600 ആക്കിയില്ലേ? ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അപ്പൊ അങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു ഗവൺമെന്റിനെ തേജോവധം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ശ്രമം പ്രതിപക്ഷം മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് നയവും അത് തന്നെയാണ്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റ് ലഭിക്കേണ്ട വിഹിതമായ ഏതാണ്ട് 58,000 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് വെട്ടിക്കുറച്ചിരിക്കുന്നത് നിരവധിയായ മേഖലകളിൽ. നമുക്ക് അർഹതപ്പെട്ടതല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് ഔദാര്യമല്ലല്ലോ. ഇവിടെ നിന്ന് പിരിക്കുന്ന ടാക്സിന്റെ ഒരു വിഹിതം ഫെഡറൽ സംവിധാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട തുക. ചരിത്രത്തിൽ ആദ്യമായി സാമ്പത്തികമായി ഗവൺമെന്റ് ഇത്രയേറെ ഞെരുക്കുന്ന ഒരു ഭരണകൂടം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. 1 വർഷം കൊണ്ട് മാത്രം 57,800 കോടി രൂപയുടെ കുറവ് കേരളം പോലൊരു സംസ്ഥാനത്തിന് വരുത്തിയാൽ എങ്ങനെയാ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? എങ്കിലും ആ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ നാം നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ, ഈ ഗവൺമെന്റ് നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ജനങ്ങളുമായി ആശയവിനിമയം നടത്താൻ, നാളെ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ളത് തിരുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തേടാൻ, പ്രഭാത യോഗങ്ങളിലൂടെ അങ്ങനെ ആശയവിനിമയം നടത്താൻ, അങ്ങനെ ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ഇനി എന്തൊക്കെയാണ് ആവശ്യമെന്നത് അറിയാൻ, അവശേഷിക്കുന്ന പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ,
അങ്ങനെ 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 നിരവധിയായ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന നവകേരള സദസ്സിനെ എതിർക്കുന്നത് ഈ ഗവൺമെന്റിനെ അല്ല എതിർക്കുന്നത്, മറിച്ച് ഈ നവകേരള സഭയിൽ ഒഴുകിയെത്തുന്ന ജനങ്ങളെയാണ് അവർ എതിർക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തല്ലോ. ആ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തവരെ ബഹിഷ്കരിച്ചുകൊണ്ടാണല്ലോ ഇവിടെ ഇന്ന് 10,000 ഇവിടെ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് ഈ നാടിന്റെ വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം. ഈ നാട്ടിലെ വെള്ളം, വെളിച്ചം, റോഡ്, പാലം, സ്കൂള്, ആശുപത്രികൾ ഇതെല്ലാം ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, ഏതെങ്കിലും ഒരു മുന്നണിക്ക് വേണ്ടിയുള്ളതാണോ? ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് വേണ്ടിയാണോ? ഏതെങ്കിലും പാർട്ടിക്കാർ മാത്രമാണോ ഒരു റോഡിൽ കൂടെ പോകുന്നത്? ഏതെങ്കിലും പാർട്ടിക്കാർ മാത്രമാണോ വെള്ളം കുടിക്കുന്നത്? അപ്പൊ ഇതെല്ലാം നാടിന്റെ വികസനത്തിനായി ഗവൺമെന്റ് പറയുന്നു. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നിച്ച് കൈകോർത്ത് നമുക്ക് നാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കാം. കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഒന്നിക്കാം, നമുക്ക് വികസനത്തിനായി പോരാടാമെന്ന് പറയുമ്പോൾ ഞങ്ങളില്ല. അവർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇവിടെ ഓഖി ഉണ്ടാകണം, നിപ്പ ഉണ്ടാകണം, പ്രളയങ്ങൾ ഉണ്ടാകണം, കോവിഡ് ഉണ്ടാകണം, ജനങ്ങൾ കഷ്ടപ്പെടണം, അങ്ങനെ ഈ ഗവൺമെന്റിനെ എതിർക്കണം, അങ്ങനെ പുതിയ ഭരണം ഞങ്ങൾക്ക് വരണം. അപ്പൊ ഈ നാടിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കി, ഈ നാടിന്റെ വികസനം മുരടിപ്പിച്ച്, ഈ നാടിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കി എങ്ങനെയെങ്കിലും 10 വോട്ട് വാങ്ങി അധികാരത്തിൽ കയറാൻ വേണ്ടിയുള്ള ശ്രമമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനുള്ള കനത്ത തിരിച്ചടി ജനങ്ങൾ നൽകിയില്ലേ? ജനങ്ങളുമായി സംവദിക്കുന്നതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ അവരെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് നമുക്ക് നല്ല ബോധ്യപ്പെട്ടില്ലേ? ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും അതിനെല്ലാം ഈ ഗവൺമെന്റ് ചെയ്ത പ്രവൃത്തികൾ ജനങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? പ്രളയമുണ്ടായപ്പോൾ അവരെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ വീടുകൾ, കൃഷിയിടങ്ങൾ, മറ്റ് വ്യവസായശാലകൾ, കടകൾ, അവർക്കെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം മടക്കിക്കൊടുത്തൊരു ഗവൺമെന്റ്. കോവിഡ് ഉണ്ടായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ, സമ്പന്ന രാഷ്ട്രങ്ങളിൽ, അമേരിക്കയിൽ പോലും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വെന്റിലേറ്റർ ഇല്ലാതെ, ഓക്സിജൻ ഇല്ലാതെ, ICU ഇല്ലാതെ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടപ്പോൾ ഒരു വീട്ടിൽ കോവിഡ് ഉണ്ടായ ഒരാൾക്ക് അസുഖമുണ്ടെന്ന് കണ്ടാൽ ബന്ധുക്കൾ പോലും ഉപേക്ഷിച്ച് മാറി നിൽക്കുമ്പോൾ അവിടെ ആംബുലൻസുമായി ചെന്ന് ആരോഗ്യ പ്രവർത്തകർ ആ രോഗിയെ കയറ്റി നല്ല ഒന്നാം തരം ആശുപത്രിയിൽ കൊണ്ടുപോയി നല്ല മരുന്ന് നൽകി, നല്ല ഭക്ഷണം നൽകി, നല്ല വസ്ത്രം നൽകി, ചികിത്സ നൽകി, 10 പൈസ ചെലവില്ലാതെ തിരിച്ചു വീട്ടിൽ കൊണ്ടെത്തിക്കുന്ന കാഴ്ച ഈ ലോകത്ത് കണ്ടതെവിടെയാ? പിണറായി വിജയൻ ഭരിച്ച കേരളത്തിൽ 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ ഭക്ഷണമില്ലാതെ ആളുകൾ, ഒരു വിഭാഗം ആളുകൾ വിഷമിച്ചപ്പോൾ സാമൂഹ്യ അടുക്കളകൾ തുറന്നുകൊണ്ട് അവർക്കെല്ലാം ഭക്ഷണം എത്തിച്ചൊരു സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ. അതിന്റെ പേരാണ് കേരളം. അപ്പൊ പറഞ്ഞു വോട്ടിന് വേണ്ടിയാണ്. മനുഷ്യർക്ക് മാത്രമാണോ കൊടുത്തത് ഭക്ഷണം? മിണ്ടാ പ്രാണികൾക്ക് വരെ കൊടുത്തില്ലേ ഭക്ഷണം? ആനയ്ക്കും കുരങ്ങിനും പശുവിനും ഭക്ഷണം കൊടുത്തത് വോട്ടിന് വേണ്ടിയായിരുന്നോ? അപ്പോൾ അങ്ങനെ ഈ നാടിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നാടിന്റെ സമഗ്ര വികസനം യാഥാർത്ഥ്യമാക്കാൻ മുന്നോട്ട് പോയപ്പോൾ അതിനെല്ലാം എതിർക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് പ്രതിപക്ഷവും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണാധികാരികളും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദേശീയപാത വികസനത്തോടൊപ്പം 2,506 കോടി രൂപ ചെലവഴിച്ച് 623 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശ പാത യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. 1266 കിലോമീറ്റർ മലയോരപാത ഹൈവേ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. കോവളം ബേക്കൽ ദേശീയ ജലപാത 616 കിലോമീറ്റർ കേരളത്തിന്റെ വികസനത്തിന്റെ കുതിപ്പായി മാറാൻ പോകുന്ന, വ്യാവസായിക രംഗത്ത്, ടൂറിസം രംഗത്ത്, ഗതാഗത രംഗത്ത്, തൊഴിൽ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന കോവളം ബേക്കൽ ജലപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ലോക ഭൂപടത്തിൽ കേരളം ടൂറിസം മേഖലയിൽ 1ാം സ്ഥാനത്തെത്താൻ പോകുന്ന ആ പദ്ധതിയും യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ സ്കൂളുകളുടെ അവസ്ഥ എന്താ? സർക്കാർ സ്കൂളുകൾ എന്തായിരുന്നു 5-6 കൊല്ലം മുമ്പ്? ഓലമേഞ്ഞ, ഓടിട്ട്, മഴ പെയ്താൽ വെള്ളം മാത്രം വീഴുന്ന, നല്ല ബെഞ്ചില്ലാത്ത, ഡെസ്കില്ലാത്ത, ബോർഡില്ലാത്ത സ്കൂളുകളായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി, ഹൈടെക് ലാബുകളായി മാറി. പുതിയ പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ എത്രയോ സർക്കാർ മേഖലയിലുണ്ടായി പാവപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ. സ്വകാര്യ സ്കൂളുകളെ വെല്ലുന്ന സ്കൂൾ കെട്ടിടങ്ങൾ, സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ,
ഇങ്ങനെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ 1000 പൂത്തിരി കത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സ്നേഹിതരെ. ഞാനിവിടെ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി യോഗത്തിന് വന്നയാളാണ്. ഇന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ്, കേരളത്തിന്റെ പ്രിയങ്കരനായ വ്യവസായ നിയമവകുപ്പ് മന്ത്രി, അദ്ദേഹം ഇവിടെ പ്രസംഗിക്കുവാനുണ്ട്. മുഖ്യമന്ത്രി ഉടനെ എത്തുന്നതിനാണ്. ഇന്ന് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ തലസ്ഥാനം ഇന്ന് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ആറ്റിങ്ങലിൽ എത്തിച്ചേരുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബഹുമാന മുഖ്യമന്ത്രിയും ബാക്കി മന്ത്രിമാരും ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ഈ നാടിന്റെ വികസനം ചർച്ച ചെയ്യാൻ ജാതിമത ചിന്തകൾക്ക് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു കൊടിയുടെയും നിറം ഇവിടെ കാണാനില്ല, ഒരു പാർട്ടിയുടെയും പേരിവിടെ എഴുതി വെച്ചിട്ടില്ല. ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്നവരും രാഷ്ട്രീയമുള്ളവരും ആത്മീയ നേതാക്കന്മാരും അല്ലാത്തവരും, വിദ്യാർത്ഥികൾ, ആബാലവൃദ്ധം ജനങ്ങൾ, വിദ്യാർത്ഥികളും അധ്യാപകരും തൊഴിലാളികളും മുതലാളിമാരും എല്ലാവരും കൈകോർക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നാം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ നടത്തിയ താലൂക്ക് അദാലത്ത്, ഇതിനു മുന്നോടിയായി കരുതലും കൈത്താങ്ങും ഓരോ താലൂക്കുകളും നടത്തിക്കൊണ്ട് പരമാവധി പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ നമ്മൾ നടത്തിയ ശ്രമം, തീരദേശത്ത് തീര സദസ്സും മലയോര മേഖലയിൽ വനസദസ്സും നടത്തിക്കൊണ്ട് അവിടെ 2 മന്ത്രിമാർ നടത്തിയ പ്രവർത്തനങ്ങൾ, അതിനുശേഷം 4 ക്യാബിനറ്റ് യോഗങ്ങൾ മേഖലകളിലായി വിവിധ മേഖലകളിൽ ചേർന്നുകൊണ്ട് ദേശീയപാതാ വികസനം, മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങൾ, തീരദേശപാതയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ ജലപാതയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, ലൈഫ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ, അതിദരിദ്രരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുവാൻ ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 4 മേഖലാ യോഗങ്ങൾ ചേർന്നു. എല്ലാത്തിലും ഒന്നൊന്നായി പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മുന്നോടിയായി നടന്ന വീട്ടുമുറ്റ യോഗങ്ങൾ, പ്രഭാത യോഗങ്ങളിലൂടെയുള്ള ചർച്ചകളെല്ലാം തന്നെ ഇതിനെ കൂടുതൽ അർത്ഥവത്താക്കിയിരിക്കുകയാണ്. സംസ്ഥാനം സമാനതകളില്ലാത്ത വികസനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ത്യയിൽ ഇതര സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, മറ്റു പല രംഗങ്ങളിൽ, IT മേഖലകളിലെല്ലാം തന്നെ ഉന്നതമായ വിജയം നമ്മൾ കൈവരിച്ച് മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന നമ്മൾ മതേതര കേരളമായി ഇതിനെ നിലനിർത്താൻ, മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായി കേരളത്തെ നിലനിർത്താൻ ഒരുമിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ ഒക്കെ തന്നെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുമ്പോൾ സംഘപരിവാർ ശക്തികൾ ആരാധനാ കേന്ദ്രങ്ങൾ കത്തിക്കുമ്പോൾ, മതന്യൂനപക്ഷങ്ങളുടെ നേരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഈ കൊച്ചു കേരളം ഒരു തുരുത്തായി ഇന്ത്യയിൽ നിലനിൽക്കുന്നു. മതേതര കേരളമായി നിലനിർത്താൻ, ജാതിമത ചിന്തകൾക്ക് അതീതമായി വർഗീയ ശക്തികളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൽ മതേതരത്വം ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 7.5 വർഷക്കാലം വർഗീയ കലാപത്തിന്റെ പേരിൽ ഇവിടെ ഒരാൾ പോലും കേരളത്തിൽ കൊല്ലപ്പെട്ടതായി ആർക്കും പറയാൻ കഴിയില്ല. പോലീസിന്റെ വെടിവയ്പിൽ ഒരാൾ പോലും കൊല്ലപ്പെട്ടതായി കേരളത്തിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായി നാം മുന്നോട്ട് പോകുമ്പോൾ തുടർന്നും നമുക്കിനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ആ മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് പരസ്പരം കാണാൻ, കേൾക്കാൻ, മനസ്സിലാക്കാൻ, ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടുവാൻ ശ്രമിക്കുന്നത് ആരായാലും അതിനെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ ഈ നവകേരള സദസ്സ്. ഈ ഭൂമിയിൽ നമ്മെപ്പോലെ തന്നെ ഇനി അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ, ഈ നാടിന്റെ സമഗ്രമായ വികസനവും സുസ്ഥിരമായ വികസനവും യാഥാർത്ഥ്യമാക്കുവാൻ ഉള്ള പ്രയാണത്തിൽ ഗവൺമെന്റുമായി കൈകോർക്കുവാൻ ഒന്നിച്ചിവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത് സംസാരിക്കുന്നതിനായി നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യായ അധ്യക്ഷ, ആറ്റിങ്ങലിൻ്റെ ജനകീയ MLA ശ്രീമതി OS അംബിക, ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ ആന്റണി രാജു, ശ്രീമതി ചിഞ്ചു റാണി, മറ്റ് ജനപ്രതിനിധികൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നവകേരള സദസ്സ്
ഇന്നലെ 14ാമത്തെ ജില്ലയിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ 3ാമത്തെ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഈ നവകേരള സദസ്സ് നടക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് MLA ചോദിച്ചു, എത്ര പന്തലുണ്ട്? ഒന്നിവിടെ, ഒന്നവിടെ, ഒന്നിവിടെ, ഒന്ന് പുറകിൽ, 4 പന്തലും നിറഞ്ഞ് കവിഞ്ഞ ജനാവലിയാണ് ആറ്റിങ്ങലിലെ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ഇത് തന്നെയാണ് സ്ഥിതി. ഒരു പന്തലും മതിയാകുന്നില്ല. നിറഞ്ഞ് കവിയുന്ന ജനാവലി കക്ഷിരാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകൾക്ക് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി മലയാളി ഒരേ മനസ്സോടുകൂടി നവകേരള സദസ്സിനകത്ത് അണിചേരുകയാണ്. ഇതാണ് ഇപ്പോ തിരുവനന്തപുരത്ത് ഇവരെ പരാമർശിച്ച ഇന്നും ഇന്നലെയും ഇനി മറ്റന്നാളൊക്കെ നടത്താനും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനമെന്നുള്ളത് ഈ ജനപിന്തുണയാണ്. നവകേരള സദസ്സ് എല്ലാവരുടേതുമാണ്. ഇത് ഏതെങ്കിലും ഒരു മുന്നണിയുടേതല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല. കേരളത്തിലെ സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ജനങ്ങളുടെ പരിപാടിയാണ്. ലോക ജനാധിപത്യത്തിന്റെ ഒരു പുതിയ അനുഭവമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭ തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളിലേക്ക് വരികയാണ്. അതെന്തിനാ ബഹിഷ്കരിച്ചത്? യഥാർത്ഥത്തിൽ ഇപ്പോ നമ്മുടെ നാട്ടിൽ തലസ്ഥാന നഗരിയിൽ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പ്രവേശിച്ച ദിവസം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങൾക്കും ആക്രമത്തിനും ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അത് അപക്വമായ തീരുമാനമെടുത്ത് പ്രതിപക്ഷത്തെ പ്രതിസന്ധിയിലേക്കാക്കിയ പ്രതിപക്ഷ നേതാവിന്റെ കസേര സംരക്ഷിക്കാൻ വേണ്ടി അണികളെ അക്രമത്തിലേക്ക് അഴിച്ചുവിട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം മറുപടി പറയണം. കോൺഗ്രസിന്റെ നേതൃത്വം ചോദിക്കും, സുൽത്താൻ ബത്തേരിയിൽ നമ്മൾ സമ്മേളിച്ചപ്പോൾ അമ്മ തീരുമാനിച്ചത് എല്ലാ ആഴ്ചയിലും പ്രധാനപ്പെട്ട നേതാക്കന്മാർ ചേർന്നിരുന്നിട്ട് വേണ്ടേ തീരുമാനമെടുക്കാൻ? നിങ്ങൾ ഈ ബഹിഷ്കരിക്കാനെടുത്ത തീരുമാനം ഏത് ആലോചനയുടെ ഭാഗമായിട്ടാണ്? നിങ്ങൾ ബഹിഷ്കരിക്കാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ 41 മണ്ഡലങ്ങളിൽ നമ്മുടെ MLA-മാർ അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നമുക്ക് ഗവൺമെന്റിനെതിരെ പറയാനുള്ള എല്ലാ കാര്യങ്ങളും ജനങ്ങളെ സാക്ഷി നിർത്തി മന്ത്രിസഭയെ വേദിയിലിരുത്തി അവതരിപ്പിക്കാമായിരുന്നല്ലോ. നിങ്ങൾ ഒരാളല്ലേ ഞങ്ങൾ 41 MLA-മാരുടെ അവസരത്തെ ഇല്ലാതാക്കിയത്? ഈ ചോദ്യം വരും. അവകാശമായത് സ്വന്തം മണ്ഡലത്തിനകത്തുള്ള നഗരസഭയെ പോലും ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. എത്ര ലജ്ജാകരമായ അനുഭവമാണ്. നവകേരള സദസ്സുമായി സഹകരിക്കരുത് എന്ന് ആഹ്വാനം ഒറ്റയ്ക്ക് നടത്തിയ പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം മണ്ഡലത്തിലെ നഗരസഭ ഏകകണ്ഠമായി ഇതിനാവശ്യമായി ഫണ്ട് നൽകാൻ തീരുമാനിച്ചു. നഗരസഭാ കൗൺസിൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ആ പാർട്ടിയുടെ അംഗം ചെയർമാനായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി ഫണ്ട് നൽകാൻ തീരുമാനിച്ചു. സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം അണികളെ, തെരഞ്ഞെടുക്കപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളെ താൻ എടുത്ത ബഹിഷ്കരണ തീരുമാനം ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞില്ല. ഏറ്റവും അപമാനകരമായ കാഴ്ചയായിരുന്നു സ്വന്തം മണ്ഡലത്തിനകത്തുള്ള മുനിസിപ്പൽ ചെയർമാനെ പത്രസമ്മേളനം വിളിച്ച് പരസ്യമായി സ്ഥാനം പോകുമെന്ന് ഭീഷണിപ്പെടുത്തി ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. മഞ്ചേശ്വരം മുതൽ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇന്ന് രാവിലെ ആറ്റിങ്ങൽ യോഗം വരെ നോക്കിക്കോളൂ. ഇന്നിവിടെ പങ്കെടുത്തത് DCC അംഗമാണ്, നഗരസഭ കൗൺസിലർ. ഇത്രയും ദിവസം ബോധ്യപ്പെടുത്തി, ബഹിഷ്കരണം നടത്തി, ആഹ്വാനം നടത്തി, സമരം നടത്തിയിട്ട് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ അവസാന ജില്ലയിലേക്ക് കയറിയപ്പോഴെങ്കിലും സ്വന്തം പാർട്ടിയുടെ കൗൺസിലറെയെങ്കിലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? മുസ്ലിം ലീഗിന്റെ മേധാവി ഇവിടെ പങ്കെടുത്തു. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗിന്റെ നേതാവ് പങ്കെടുത്തു. പാലക്കാട് AV ഗോപിനാഥ് പങ്കെടുത്തു. പത്തനംതിട്ടയിൽ DCC പ്രസിഡന്റ് ആയിരുന്നയാൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ നേതാവ് പങ്കെടുത്തു. സ്വന്തം അണികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. മുന്നണിക്കകത്ത് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒറ്റയ്ക്കെടുത്ത തീരുമാനം വിനയായി മാറി. മറുപടി പറയേണ്ടി വരും സ്വന്തം പാർട്ടിക്കകത്ത്.
മുന്നണിക്കകത്ത് മറുപടി പറയേണ്ടി വരും. അത് കഴിഞ്ഞപ്പോ ഒരു കുറ്റവിചാരണ സദസ്സ് എല്ലാ മണ്ഡലങ്ങളിലും. ഞാൻ അവർക്ക് വേണ്ടി മാത്രം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പത്രത്തിൽ എല്ലാ ദിവസവും നോക്കുന്നുണ്ട്. ഇരകൾ വരികയാണ്. ഇവരുടെ VIP-കളല്ല, ഞങ്ങളുടെ സദസ്സിൽ ഇരകൾ വരും. ഈ ഗവൺമെന്റിന്റെ ആക്രമണത്തിന് വിധേയരായ ആളുകൾ ഇങ്ങനെ വരും. ആ പത്രത്തിനകത്ത് പോലും സംസ്ഥാന ബലത്തിൽ നൽകാൻ പറ്റും ഒരു ചിത്രം നിങ്ങൾ കണ്ടോ? ഇപ്പൊ എവിടെ പോയി കുറ്റവിചാരണ സദസ്സ്? ഏത് മണ്ഡലത്തിൽ എത്ര ആളുകൾ? അതും പരാജയപ്പെട്ടു. നേരെ കരിങ്കൊടി പ്രകടനം. പ്രതിപക്ഷ നേതാവ് ഒരു ദിവസം നിരവധി പത്രസമ്മേളനം നടത്തുന്നു, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. എവിടെയെങ്കിലും പറഞ്ഞോ ഞങ്ങൾ കരിങ്കൊടി പ്രകടനം നടത്തും? അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എന്തിനാ നടത്തണത്? ഞങ്ങൾ ഈ നവകേരള സദസ്സിനകത്ത് 3 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, കേരളം എവിടെ എത്തി നിൽക്കുന്നു, എന്താണ് കേരളത്തിന്റെ സവിശേഷതകൾ. 2, എന്താണ് നവകേരളം, കേരളം എങ്ങോട്ടാണ് പോകുന്നത്, ഏത് രൂപത്തിലാണ് ഞങ്ങൾ നവകേരളത്തെ കാണുന്നത്. 3, അത് പ്രായോഗികമാക്കുന്നതിൽ തടസ്സങ്ങൾ എന്തൊക്കെയാണ്, കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്. ഇത് 3മാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ബലേബിനോട് നിങ്ങൾക്ക് വിയോജിപ്പുള്ളത്? കേരളം ലോകത്തിന് മാതൃകയായി വരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ പറയുന്നതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? നവകേരളത്തെക്കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. അതിനോട് നിങ്ങൾക്ക് എവിടെ യോജിപ്പ് വിയോജിപ്പ് അടിസ്ഥാനപരമായി ഉണ്ടോ? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന തെറ്റായ സമീപനം, ഒരു കേരള വിരുദ്ധ സമീപനം, അതിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നത്? അതെല്ലാം പാളിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഒടുവിലിപ്പോ തിരുവനന്തപുരത്ത് ഒരു പ്രഖ്യാപനം. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം ശ്രദ്ധിച്ചു. പ്രതിപക്ഷ നേതാവ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവിടെ വന്നത് കടലാസ് ചുരുട്ടി എറിയുക പോലും ചെയ്യരുത് എന്ന് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കൈകാര്യം ചെയ്യാൻ പറയാനാണ്. എന്താ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കടലാസ് പോലും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഇന്നലെ അദ്ദേഹത്തിന്റെ പുറകിൽ അണിനിരന്ന യൂത്ത് കോൺഗ്രസിന്റെ ആളുകളുടെ കൈകളിലേക്ക് കൊടുത്തത് ഇരുമ്പ് വടികളും ആയുധങ്ങളുമായി ഉള്ള ഒരു സംഘത്തെ പ്രതിപക്ഷ നേതാവ് അതിന്റെ മുൻപിൽ നിൽക്കുന്നു. കടലാസിന് പകരം ഇരുമ്പ് വടി കൊടുത്തതാര്? കടലാസിന് പകരം ആയുധങ്ങൾ കൊടുത്തതാര്? ഇന്നലെ. ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോ ഞങ്ങൾക്കെതിരെ നന്നായി ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചാനലിലും എഴുതി കാണിക്കുന്നുണ്ട്, പോലീസിന് നേരെ മുളകുപൊടി പ്രയോഗം, പുറകിൽ ഗോലി പ്രയോഗം, മുളകുപൊടി അടിക്കുന്നു. ഒരു KSU പ്രവർത്തകൻ നേരെ ചീറ്റുന്നു. അതറിയാതെ വന്നിട്ട് വീടുന്ന KSU പ്രസിഡന്റ് തുടച്ചപ്പോ കണ്ണിൽ വരുന്നു. ചാനലിൽ കാണാണ്. ഇതാണോ നിങ്ങൾ കടലാസിന് പകരം KSUക്കാരുടെ കയ്യിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് കൊടുത്തു വിട്ടിട്ടുള്ളത്? നിങ്ങളിരിക്കുന്ന കസേരയ്ക്ക് ചില മാന്യതകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ രൂപത്തിലാണോ ഒരു പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്? അദ്ദേഹം എടുത്ത തീർത്തും അപക്വമായ തീരുമാനം, ജനാധിപത്യ വിരുദ്ധമായ തീരുമാനം, തന്റെ പാർട്ടിക്കകത്താളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി, മുന്നണിക്കകത്ത് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി. നവകേരള സദസ്സാണെങ്കിൽ എല്ലാ ബഹിഷ്കരണാഹ്വാനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അബോധപൂർവമായ ജനപങ്കാളിത്തത്തോടെ ചരിത്ര വിജയത്തിലേക്ക് എത്തി. ഇതോടുകൂടി നവകേരള സദസ്സ് സമാപിക്കുമ്പോൾ വരാൻ പോകുന്ന ചർച്ച ആരായിരിക്കണം പ്രതിപക്ഷ നേതാവാകേണ്ടത്? ഈ ചോദ്യം ചോദിക്കും. സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ തീരുമാനത്തിനനുസരിച്ചാണോ വന്നത്? UDF കൂടി തീരുമാനിച്ചോ? നിങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായി നമ്മൾ ഒറ്റപ്പെട്ടു പോയില്ലേ? ഇതിനെ തടയിടണമെങ്കിൽ ഒരു ആക്രമണം വേണം. ഇതിനെ തടയിടണമെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കണം. അതിനുവേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം രക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം കേരളമാകെ ഒന്നുചേരുന്ന സംവിധാനത്തിൽ ഈ നാടിനെ തെറ്റായ രൂപത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നവകേരള സദസ്സ് നവകേരളത്തിന് വേണ്ടിയുള്ളതാണ്. കേരളം ലോകത്തിന് മുൻപിൽ സവിശേഷമായ മാതൃകയായി ഉയർന്നു നിൽക്കുന്ന ഇടമാണ്.
ആ മാതൃകയുടെ സവിശേഷത ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ മികവ്, സാമൂഹ്യ വികാസ സൂചകങ്ങളിൽ ഏത് വികസിത രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന നക്ഷത്ര തിളക്കമാർന്ന ഔന്നത്യം, അത് എങ്ങനെ ശക്തിപ്പെടുത്തി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം? കേരള മാതൃകയുടെ പരിമിതികൾ എന്തൊക്കെയാണ്? ആ പരിമിതികൾ എങ്ങനെ മറികടക്കാം? അതാണ് നവകേരള കാഴ്ചപ്പാട്. ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ VIP, ചിലർ ഞങ്ങൾ VIP ആരാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പ്രഭാത സദസ്സിൽ ഒരു VIP, സാധാരണ 9 മണി മുതൽ 10:30 വരെയാണ് ഞങ്ങളുടെ പ്രഭാത സദസ്സ് നടക്കുന്നത്. ഒരു 10:10, 10:15 ചർച്ചകൾ കഴിയും. അവസാനം മുഖ്യമന്ത്രി അവരോട് പ്രതികരിക്കും. ആദ്യം ഒരു 4-5 മിനിറ്റ് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗം നടത്തും. ഇന്ന് കൂടുതൽ മണ്ഡലങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രി ആമുഖ പ്രസംഗം തന്നെ ഉപേക്ഷിച്ചു. എല്ലാവരുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. 10:10 സാധാരണഗതിയിൽ അത് അവസാനിക്കേണ്ട സമയമായി. മുഖ്യമന്ത്രി മറുപടി പറയാനായി എഴുന്നേൽക്കുമ്പോ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്നു. എനിക്ക് പറയാനുണ്ട്. അപ്പൊ ഉദ്യോഗസ്ഥരുടെ സമയം കഴിഞ്ഞു. ഞാൻ ആദിവാസി ഊര് മൂപ്പത്തിയാണ്, എനിക്ക് പറയണം, ഞാൻ ക്ഷണിക്കപ്പെട്ട് വന്നതാണ്. മുഖ്യമന്ത്രി ഒന്ന് മൈക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ പൗരപ്രമുഖ അവിടെ വിളിച്ചു ചേർത്ത ആദിവാസി ഊര് മൂപ്പത്തി അവര് പറഞ്ഞു, ഞാൻ എഴുന്നേറ്റുമെന്ന് ഈ മൈക്ക് വാങ്ങിയത് ഞങ്ങളുടെ ആദിവാസികൾക്കിടയിൽ 500-ലധികം ആളുകൾക്ക് വനം വകുപ്പിനകത്ത് ഈ ഗവൺമെന്റ് ജോലി നൽകിയതിന് മുഖ്യമന്ത്രിയോട് നന്ദി പറയാൻ വേണ്ടി മാത്രമാണ്. അതാ ഞങ്ങളുടെ VIP. ചിലരിപ്പോ VIP-മാരാരാണ് ഞങ്ങളെ പഠിപ്പിക്കുക. ഒരു പ്രായാധിക്യമുള്ളൊരു മത്സ്യത്തൊഴിലാളി ലോറൻസ്, അദ്ദേഹം പറഞ്ഞു, ഞാൻ രാത്രി കടലിൽ പോയി വെളുപ്പിന് തിരിച്ചു വന്നയാളാണ്. ഞാൻ വന്നത് ഗവൺമെന്റിന് നന്ദി പറയാൻ. ഈ സർക്കാർ തീരദേശ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഞങ്ങൾക്ക് അപകടമുണ്ടായി കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകി അങ്ങ് ചെയ്ത സമീപനം, ഈ ഗവൺമെന്റ് അത് മുഴുപ്പിക്കാൻ അദ്ദേഹം കഴിഞ്ഞില്ല. വിതുമ്പുകയായിരുന്നു ലോറൻസ് എന്ന തൊഴിലാളി. ഞങ്ങൾ പങ്കെടുത്ത ഒരു മണ്ഡലത്തിനകത്ത് ഒരു പെൺകുട്ടി എഴുന്നേറ്റുമെന്ന് പറഞ്ഞു. ഞാൻ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണ്. എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, പൈലറ്റ് ആകണം. അതിനുവേണ്ടി ഞാൻ സമർപ്പിച്ചു. പക്ഷെ എന്നെ പോലെ ദരിദ്രമായ സാമ്പത്തിക ചുറ്റുപാടുകളും ഇന്ന് വരുന്ന SC വിഭാഗത്തിൽപ്പെട്ട സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിക്ക് ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകാൻ പോകുമില്ല. പക്ഷെ ഞാൻ ഇവിടെ നിൽക്കുന്നത് അഭിമാനത്തോടുകൂടി ലൈസൻസ് ഉള്ളൊരു പൈലറ്റ് ആയിട്ടാണ്. ഞാൻ ലൈസൻസ് ഉള്ള പൈലറ്റായി മാറിയത് ഈ സർക്കാരിന്റെ പിന്തുണയുടെ ഭാഗമായി മാത്രം. 35 ലക്ഷം രൂപ എനിക്കും 4 മറ്റ് കുട്ടികൾക്കും SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൈലറ്റ് പരിശീലനത്തിന് നൽകി. ഇന്ത്യയിൽ മറ്റൊരിടത്തെങ്കിലും നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ VIP ആണോ? ഇങ്ങനെ ഞങ്ങളുടെ ഈ ദിവസങ്ങളിലുള്ള ഒരു പഠന പ്രക്രിയയില്ലേ, മന്ത്രിമാരായി ഞങ്ങളെ സംബന്ധിച്ച് ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയാണിത്. പ്രഭാത യോഗങ്ങളിൽ കേൾക്കുന്നത്, രാവിലെ ഞങ്ങൾ നടത്തപ്പിനിടയിൽ ആളുകൾ കേൾക്കുന്നത്, നവകേരള സദസ്സിൽ കാണുന്ന ആളുകളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ, ഇത് ഞങ്ങൾക്കൊരു പഠന പ്രക്രിയയാണ്. ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് പഠിക്കുന്നു, ജനങ്ങളിലേക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാട് എത്തിക്കാൻ ശ്രമിക്കുന്നു. ചിലർ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പന്തലൊക്കെ കെട്ടുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെൻഷനൊക്കെ കൃത്യമായി കൊടുത്തൂടെ? ഈ ആഘോഷമൊക്കെ കെട്ടുന്ന കാശുണ്ട്. ഞങ്ങളുടെ VIP-മാർ ഈ പെൻഷൻ കെട്ടുന്ന ആളുകളൊക്കെയാ. കേരളത്തിൽ ഇവിടെ പറഞ്ഞല്ലോ 1600 രൂപ 64 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ നൽകുന്നു. ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് 1600 രൂപ ഇതേപോലെ പെൻഷൻ നൽകുന്നുണ്ടോ? ചിലർ വിചാരിച്ചത് ഈ പന്തൽ കെട്ടുന്ന കാശുകൊണ്ട് 10-20 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാമെന്നാണ്. 900 കോടി ധനമന്ത്രി പറഞ്ഞില്ലേ, ഇതാ ക്രിസ്മസിന് പെൻഷൻ നൽകാൻ 900 കോടി മാറ്റിവെക്കുന്നു ഒരു മാസത്തേക്ക്. വാഴ്ത്തപ്പെട്ട കാലമെന്ന് ചിലർ വിശേഷിപ്പിക്കപ്പെടുന്ന 2011 മുതൽ 16 വരെയുള്ള കാലമില്ലേ, ആ 5 വർഷം കേരളത്തിൽ ആകെ ക്ഷേമ പെൻഷൻ നൽകാൻ ചെലവഴിച്ചത് 9,100 കോടി രൂപ. ഞങ്ങളുടെ ഈ 5ഉം 2ഉം 7.5 വർഷത്തിനിടെ 2.5യും 7.5 വർഷത്തിനുള്ളിൽ ഞങ്ങൾ ചെലവഴിച്ചത് 56,700 കോടി രൂപ. വ്യത്യാസം നോക്കിയേ.
9,100 കോടി 600 അവസാനത്തെ കാലത്താക്കിയത് അതുപോലും കൃത്യമായി കൊടുത്തില്ല. ആ കാലത്തിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തം. ഞങ്ങൾ നവകേരളം എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്താനുള്ളതാണ്. നവകേരളം മധ്യ വരുമാനമുള്ള അർദ്ധ വരുമാനമുള്ള വികസിത രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തോടൊപ്പം കേരളത്തെ ആക്കാൻ വേണ്ടിയുള്ളതാണ്. അതിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ നേട്ടങ്ങൾ ശക്തിപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം കഴിഞ്ഞ ഗവൺമെന്റ്. ആരോഗ്യ മേഖലയിൽ കേരളം ലോകത്തിന് മുൻപിലാണ്. ഈ ഗവൺമെന്റ് അവരെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഗുണമേന്മയുള്ള ആരോഗ്യ പരിപാലന സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു ജനറൽ ആശുപത്രിയിൽ അവയവം മാറ്റിവെച്ചു. ഇന്ത്യയിൽ ആദ്യമായി. അത് മറ്റൊരിടത്തുമല്ല, കേരളത്തിൽ എറണാകുളം ജനറൽ ആശുപത്രി വൃക്ക മാറ്റിവെച്ചു. എയിംസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒഴിവാക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിനകത്ത് അവയവം മാറ്റിവെച്ചു, കരൾ മാറ്റിവെച്ചു. ഇന്ത്യയിൽ ആദ്യമായി കോട്ടയം മെഡിക്കൽ കോളേജ്, തുടർച്ചയിൽ തിരുവനന്തപുരം, തുടർച്ചയിൽ കോഴിക്കോട്. ഒരു കരൾ മാറ്റിവെക്കണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ 50-60 ലക്ഷത്തിന്റെ ചെലവ് വരുമെന്ന് കേട്ട് ജീവിതം മതിയാക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യരുള്ള ഒരു രാജ്യത്താണ് കേരളം. അതിൽ നിന്ന് വ്യത്യസ്തമായി ഗുണമേന്മയുള്ള ചികിത്സയുടെ പ്രാപ്യത എല്ലാ മനുഷ്യർക്കും, സമ്പത്തിന്റെ അതിർവരമ്പുകൾക്ക് അതീതമായി, സാമൂഹ്യമായ അതിർവരമ്പുകൾക്ക് അതീതമായി എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉയർന്ന ചികിത്സാ സൗകര്യം. അവിടെ മിക്കമില്ല നവകേരളം. ഇന്ത്യയിൽ ആദ്യമായി ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ വിനിയോഗിച്ചുകൊണ്ട് അവയവം മാറ്റിവെക്കാൻ വേണ്ടി മാത്രം കോഴിക്കോട് ഗവൺമെന്റ് ഉടമസ്ഥതയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റ് സ്ഥാപിക്കുകയാണ്. കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ, അതിന്റെ തുടർച്ചയിൽ ഗവേഷണം കൂടി ചേർത്ത് കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ. നിങ്ങൾ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം കണ്ടില്ലേ? ഇന്നലെ ഞങ്ങൾ ഇവിടെ കൂടി കൊല്ലത്ത് കൂടി എടുത്ത തീരുമാനങ്ങൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലേക്കും ആവശ്യമായുള്ള അധ്യാപക തസ്തികകൾ സൃഷ്ടിച്ചു, എല്ലാ പ്രതിസന്ധികൾക്കിടയിൽ നിന്നും. ഇതാണ് നവകേരളം. പിന്നെ ഞങ്ങൾ കേന്ദ്രീകരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്താൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കാൻ ചാൻസലർ ശ്രമിക്കുന്നു. ഗവർണർ ചാൻസലർ പത്രങ്ങൾ എഴുതുന്നത് ഗവർണർക്കെതിരെ സമരം, കുട്ടികൾ ഗവർണർക്കെതിരെ, സർക്കാർ ഗവർണർക്കെതിരെ. ഗവർണർക്കെതിരെ ആരും ഇവിടെ ഒരു സമരവും ചെയ്യുന്നില്ല. ഗവർണർ ഭരണഘടനാ പദവിയാണ്, ചാൻസലർ സ്റ്റാറ്റ്യൂട്ടറി പദവിയാണ്. ഗവർണറെ കേന്ദ്ര ഗവൺമെന്റാണ് നിയോഗിക്കുന്നത്, ചാൻസലറെ നിയമസഭയാണ് നിയോഗിക്കുന്നത്. നിയമസഭയ്ക്ക് വേണമെങ്കിൽ ചാൻസലർക്ക് നോട്ടീസ് അയക്കാം, ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതിക്ക് പോലും കഴിയില്ല. എന്നാൽ ചാൻസലർക്ക് കോടതിക്ക് സമൻസ് അയക്കാം, നിയമസഭയ്ക്കും സമൻസ് അയക്കാം. ആ ചാൻസലർ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ താല്പര്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിന്റെ നിയമസഭ ഒരു ബില്ല് പാസാക്കി. ആ ബില്ലനുസരിച്ചുകൊണ്ട് ചാൻസലറായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രാഗൽഭ്യവും പരിചയസമ്പത്തുമുള്ള വ്യക്തിത്വമായിരിക്കണം. ആ ബില്ല് ഒപ്പിടേണ്ടത് ഗവർണർ. ഗവർണർ ഒപ്പിടാതെ അടയിരുന്നു. തന്റെ സ്ഥാനം നഷ്ടപ്പെടുന്ന ഉത്കണ്ഠയിൽ ഗവർണർ അതിനകത്ത് ഒപ്പിട്ടില്ല. ഒടുവിൽ ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോയി. സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം അത് രാഷ്ട്രപതിക്ക് വിട്ടു. ഗവർണർ പറയുന്നു, ഞാൻ രാഷ്ട്രപതിയോട് മാത്രമാണ് ബാധ്യത, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് മാത്രമാണ് ബാധ്യത. എന്നാൽ ഗവർണർക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് ഉത്തരവാദിത്തമുണ്ടോ? കേരള ഗവർണർ ഇന്ത്യൻ പ്രസിഡന്റിനെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഗവർണറുടെ മുൻപിലേക്ക് വന്ന ബില്ല് അദ്ദേഹം പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് അയച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്, പക്ഷെ അദ്ദേഹം അയച്ചിരിക്കുന്നു. അതിലൊന്ന് ഗവർണർ ചാൻസലറാകാൻ പാടില്ല എന്നുള്ള ബില്ലാണ്. ആ ബില്ലിൽ രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ടതുണ്ട്. രാഷ്ട്രപതിയുടെ തീരുമാനത്തിന് വിട്ടൊരു കാര്യത്തിൽ എങ്ങനെയാണ് ഗവർണർ ചാൻസലറുടെ ചുമതല നിർവഹിക്കുന്നത്? കേരളത്തിലെ ഗവർണർ രാഷ്ട്രപതി അംഗീകരിക്കുന്നുവെങ്കിൽ
രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു ബില്ലിന്റെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഗവർണർ എങ്ങനെ പ്രവർത്തിക്കുന്നു? അപ്പൊ പോയി കേരള ഗവർണർ രാഷ്ട്രപതിയെ പോലും വിലവയ്ക്കുമില്ല എന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരള സർവകലാശാല A++ ഗ്രേഡിലേക്ക് എത്തി. ഇന്ത്യയിൽ ഏറ്റവും മികച്ച 500 സർവകലാശാലകളിൽ, ലോകത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട 500 സർവകലാശാലകളിൽ MG സർവകലാശാല വന്നു. ഈ കേരള യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം പ്രവേശനത്തിന് വേണ്ടി അപേക്ഷിച്ചവരുടെ കൂട്ടത്തിൽ 45 രാജ്യങ്ങളിൽ നിന്നുള്ള 1600 വിദ്യാർത്ഥികളുണ്ട്. നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ ഫലം കാണുന്നു. അതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങളിലേക്ക് വരുന്നു. വ്യവസായ മേഖലയിലും അറിവ് അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാമുഖ്യം നൽകുന്നു. ഇപ്പൊ തിരുവനന്തപുരം ഇലക്ട്രോണിക്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രദേശം തിരുവനന്തപുരമാണ്. ജോലി എടുക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരുടെ കാര്യത്തിൽ തിരുവനന്തപുരം, കൊച്ചി ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 നഗരങ്ങളുടെ പട്ടികയിൽ വരുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമില്ല. മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും അധികം വൈകാതെ എത്തിച്ചേരും. ഇപ്പൊ ചിലർ പറയുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം. അങ്ങനെയാണെങ്കിൽ എവിടെയാ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടത്? കേരളം കടം വാങ്ങി ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ IMFന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. IMFന്റെ റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഇന്ത്യയുടെ കടം 155.6 ലക്ഷം കോടിയായി മാറിയിരിക്കുന്നു. ഈ രാജ്യത്തിന്റെ GDPയുടെ 57% കടമായി മാറിയിരിക്കുന്ന അപകടകരമായ സാഹചര്യമുണ്ട് എന്ന് IMF ഇന്ത്യയെ കുറിച്ച് പറയുകയാണ്. നമ്മുടെ കടമോ? നമ്മളാണോ ഇതിൽ പ്രധാനപ്പെട്ടത്? കടം വർദ്ധിച്ചവരെ കുറിച്ചുള്ള പരാമർശത്തിനിടയിൽ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് എടുത്തു പറയുന്ന സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമില്ല. കടം വർദ്ധിച്ചതിന്റെ പേരിൽ റിസർവ് ബാങ്ക് എടുത്തു പറയുന്ന സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന, ആസാം. ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും ഭീതിജനകമായ രൂപത്തിൽ കടം വർദ്ധിച്ചിട്ടുള്ളത് എന്ന് റിസർവ് ബാങ്ക് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റേറ്റ് ഓഫ് ഫിനാൻസ് റിപ്പോർട്ടിനകത്ത് പറയുകയാണ്. ബഹുമാനായ മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. മറ്റ് മന്ത്രിസഭാ അംഗങ്ങളും ഇങ്ങോട്ട് വരികയാണ്.
ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സാമ്പത്തികമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് ചിലർ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ പുറത്തിറങ്ങിയ IMFന്റെ റിപ്പോർട്ട് എടുത്തു പറയുന്ന ഏറ്റവും കൂടുതൽ കടഭീഷണി നിലനിൽക്കുന്ന രാജ്യം കേരളം, ഇന്ത്യയാണ്. 57.5% GDP-യുടെ കടമാണ് ഈ രാജ്യത്തിനകത്തുള്ളത്. നമ്മളാണെങ്കിൽ അതിനേക്കാളേറെ പുറകിലാണ്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ കടത്തിന്റെ തോത് എന്നുള്ളത് 36% മാത്രമാണ്. കേരളത്തിനേക്കാൾ ഏറെ ഉയർന്നു നിൽക്കുന്നതാണ് ആന്ധ്രാപ്രദേശും ഗുജറാത്തും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളത്. അപ്പോ ഈ പ്രതിസന്ധികൾക്കിടയിലും നാം കാണേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം എന്നുള്ളത് നമ്മൾ മാത്രം പിരിച്ചെടുക്കുന്ന നികുതിയാണ് 78.7%. റിസർവ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പറയുന്നു കേരളത്തിന്റെ സ്വന്തം വരുമാനമാണ് 78.7. നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ച് കേന്ദ്രം കൊണ്ടുപോകുന്നതിൽ നിന്ന് ഗ്രാൻഡായും നികുതി വിഹിതമായും തിരിച്ചു വരുന്നത് ബാക്കി 21.3% മാത്രം. നേരത്തെ ഇത് 48% നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചു വന്നിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ അത് 21.3. നമ്മുടെ സ്വന്തം വരുമാനം 78.7. ഉത്തർപ്രദേശിന്റെ സ്വന്തം വരുമാനം 54% മാത്രം. മധ്യപ്രദേശിന്റെ സ്വന്തം വരുമാനം 51% മാത്രം. ബീഹാറിന്റെ സ്വന്തം വരുമാനം 29.4% മാത്രം. പശ്ചിമ ബംഗാളിന്റെ സ്വന്തം വരുമാനം 54.2 മാത്രം. അപ്പോഴാണ് ഈ കേരളം ജനസംഖ്യയിലും ഭൂപ്രദേശത്തിലും ചെറുതായ കേരളം 78.7% സ്വന്തം വരുമാനത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ആ പരിമിതികൾക്കിടയിൽ നിന്ന് കേന്ദ്രത്തിന്റെ കടുത്ത സാമ്പത്തിക ഉപരോധത്തിനിടയിൽ നിന്നും നവകേരള നിർമ്മിതിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാട് നിശ്ചയദാർഢ്യത്തോടെ നടപ്പിലാക്കുന്ന കാര്യം ജനങ്ങളുമായി പങ്കുവയ്ക്കാനാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉലയാത്ത കപ്പലിനെ നയിച്ച പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ മന്ത്രിസഭ 140 മണ്ഡലങ്ങളിലേക്കും വരുന്നത്. ആ നവകേരള സദസ്സിൽ പങ്കെടുത്തിട്ടുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തുചേർന്നിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും മന്ത്രിസഭയ്ക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുഷ്പം അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, വിവിധ വകുപ്പുകളുടെ ബഹുമാന്യരായ മന്ത്രിമാർ, ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റു ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. നവകേരള സദസ്സിൽ നമ്മോടൊപ്പം എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സ്വാഗതം പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി നവകേരള സദസ്സിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ആറ്റിങ്ങൽ MLA-യും ആറ്റിങ്ങൽ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണുമായ ശ്രീമതി OS അംബിക MLA-യെ ഏറെ ആദരവോടെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവകേരള സദസ് ഉദ്ഘാടനം നിർവഹിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K. രാജൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷൻ അഗസ്റ്റിൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകളെ ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി അവർകളെ ഏറെ ഹാർദവപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ അവർകളെ ഏറെ ഹൃദ്യമായി നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ
പിന്നോക്കക്ഷേമ വികസന വകുപ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവർകളെ ഏറെ ഹാർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകളെ ഏറെ ആദരവോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹകരണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർകളെ ഏറെ ഹൃദ്യമായി നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളെ ഏറെ ആദരവപൂർവ്വം നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകളെ ഏറെ ആദരവപൂർവ്വം നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവർകളെ ഏറെ ബഹുമാനത്തോടെ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ഏറെ ഹാർദവുമായി നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അവർകളെ ഏറെ ഹാർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർകളെ ഏറെ ഹാർദവുമായി ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു അവർകളെ ഏറെ ആദരവോടെ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളെ ഏറെ ഹാർദവുമായി നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കായികം വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ അവർകളെ ഏറെ ഹാർദവുമായി നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ ജെറോമിക് ജോർജ് അവർകളെ ഏറെ ബഹുമാനത്തോടെ ഈ നവകേരള സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റെല്ലാ ബഹുമാന്യരെയും ഒരിക്കൽ കൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തപ്പെട്ട ബഹുമാന്യനായ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇവിടെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നവകേരള സദസ്സ് നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഈ കഴിഞ്ഞ 34 ദിവസവും ഇതുപോലുള്ള സദസ്സുകളിൽ കേരളം നേരിടുന്ന പ്രശ്നങ്ങളാണ് നാം അവതരിപ്പിച്ചു പോകുന്നത്. ഇവിടെ നേരത്തെ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ നാട് ഇന്ന് എത്തി നിൽക്കുന്ന നിലയുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് തയ്യാറാക്കുന്ന പരിപാടികൾ നടത്താൻ വിടില്ല എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്
അത് ഈ ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്നതല്ല. യഥാർത്ഥത്തിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കും വിധം കേരളത്തിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. ഇപ്പം നാട് കാലാനുസൃതമായ പുരോഗതിയാണ് ആർജിക്കേണ്ടത്. അതിന് കഴിയാത്ത അവസ്ഥ വരും. ഇന്നുള്ളതിൽ നിന്ന് കൂടുതൽ പുരോഗതിയിലേക്ക് നമുക്ക് കുതിക്കാനാകുന്നില്ലെങ്കിൽ നാം പുറകോട്ട് പോകും. അത് നാടിനും ജനങ്ങൾക്കുമുള്ള തിരിച്ചടിയാവും. സർവോപരി നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ, അവരുടെ മുന്നിൽ നാം കുറ്റക്കാരാകും. കാരണം അവർ എന്താണോ രാജ്യവും ലോകവും നേടിയിട്ടുള്ളത്, ഈ കാലത്ത് നേടേണ്ടത്, അത് നേടാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരായി മാറും. ഇത് സമ്മതിച്ചു കൊടുക്കാനാവില്ല. ആ വികാരത്തോടെയാണ് കേരളത്തിലെ ജനങ്ങളാകെ ഇതിനോട് പ്രതികരിക്കുന്നത്, ഇതിൻ്റെ ഭാഗമായി പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ മഞ്ചേശ്വരം മുതൽ ആറ്റിങ്ങൽ വരെ ഇതേവരെ ഒരേ കാഴ്ച കാണാൻ കഴിയുന്നത്. പതിനായിരങ്ങൾ ഈ സദസ്സിലേക്ക് ഒഴുകിയെത്തുകയാണ്. അത് നാട് പുറകിലായിക്കൂടാ എന്ന വികാരത്തോടെയാണ്. അതിൻ്റെ ഭാഗമായുള്ള അണിചേരലാണ് നടക്കുന്നത്. നമ്മുടെ നാട് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നതിന് ഇടയാക്കിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നാം 2016 അവസ്ഥയൊന്ന് ഓർത്തു നോക്കിയാൽ മതി. നാടാകെ വല്ലാത്ത നിരാശ ബാധിച്ച ഘട്ടമായിരുന്നു. തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല. ആകെ തകർന്നു പോകുമെന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അവിടുന്നാണ് നമുക്ക് കൂടുതൽ പുരോഗതിയിലേക്ക് മുന്നേറാൻ കഴിഞ്ഞത്. അതിനിടയാക്കിയത് നാടിൻ്റെ തകർച്ച ഒഴിവാക്കണമെന്നും നാടിനെ പുനർനിർമ്മിക്കണമെന്നുമുള്ള LDF കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്നത് എല്ലാവരും അനുഭവത്തിൽ അറിഞ്ഞ കാര്യമാണ്. നേരത്തെ തകർന്നിരുന്ന ഓരോ മേഖലയും അതിൻ്റെ ഭാഗമായി കൂടുതൽ തകർച്ചയിലേക്ക് പോകാതെ തടുത്തു നിർത്തുകയും പുരോഗതിയിലേക്ക് നയിക്കാനും നമുക്ക് സാധിച്ചു. എല്ലാ മേഖലയും ആ രീതിയിൽ പുരോഗതി നേടുന്ന അവസ്ഥയുണ്ടായി.
അതിൻ്റെ ഭാഗമായാണ് നാടിന് തന്നെ മൊത്തം നല്ല വളർച്ച നേടാൻ കഴിഞ്ഞത്. നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് 2016 ഉണ്ടായിരുന്നതിൽ നിന്ന് 8% വർധനവ് ഇപ്പോൾ നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. സാധാരണ നിലയിൽ നല്ല പുരോഗതി ഈ കാര്യത്തിൽ ആർജിക്കാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം 2016 ഉണ്ടായിരുന്നതിൽ നിന്നും വർധനവുണ്ടായത് ഭീമമായ തോതിലാണ്. 41% വർധനവ് തനത് വരുമാനത്തിൽ 2016 അപേക്ഷിച്ച് നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം നേരത്തെ 2016 താരതമ്യപ്പെടുത്തിയാൽ 2016 5 ലക്ഷം കോടിയിൽ പരം രൂപയുടെ ആഭ്യന്തര ഉൽപ്പാദനമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അത് ഇപ്പോൾ നമുക്ക് 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആഭ്യന്തര ഉൽപ്പാദനമാക്കി വർദ്ധിപ്പിക്കാൻ കഴിയും. ഏത് രീതിയിൽ നോക്കിയാലും നമ്മുടെ നാട് വളരുകയാണ്. അതാണ് കാണാൻ സാധിക്കുക. ഇതോടൊപ്പം പ്രതിശീർഷ വരുമാനം നല്ല വർധനവാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് അപൂർവം സംസ്ഥാനങ്ങളാണ് പ്രതിശീർഷ വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചത്. നമ്മുടെ പ്രതിശീർഷ വരുമാനം 2016 1,48,000 രൂപയായിരുന്നു. 1,48,000 രൂപയിൽ നിന്ന് നമുക്കിപ്പോൾ 2,28,000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് സാധാരണഗതിയിൽ നല്ല വർധനവാണ്. ഇങ്ങനെയെല്ലാം നോക്കിയാൽ ഇത്തരമൊരു സംസ്ഥാനത്ത് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രയാസം തീരെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ടാണ് നാം സാമ്പത്തിക വിഷമം അനുഭവിക്കുന്നത്? അത് പരിശോധിക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനമെന്നത് നമ്മുടെ സംസ്ഥാനമുണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, ആകെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ അതാകുന്നുള്ളൂ. അതോടൊപ്പം പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക വിഹിതങ്ങൾ അനുവദിക്കേണ്ടതുണ്ട്. അത് സംസ്ഥാനങ്ങൾക്ക് അർഹതയുള്ളതാണ്, കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതാണ്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് നികുതി വിഹിതം കേരളത്തിന് അർഹമായ തോതിൽ ലഭിക്കുന്നില്ല.
അത്തരമൊരു പരാതി ഉയരാൻ ഇടവന്നുകൂടാത്തതാണ്. കാരണം ഇതെല്ലാം സുതാര്യമായി നടക്കേണ്ട കാര്യമാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സുതാര്യമായല്ല ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവരെ മൊത്തം വരുമാനം എത്രയാണ് എന്ന് വെളിപ്പെടുത്തുന്നില്ല. അതോടൊപ്പം സംസ്ഥാനങ്ങൾക്ക് സാധാരണ നിലക്ക് അർഹതയുള്ളത് ആ കണക്കും വെളിപ്പെടുത്തുന്നില്ല. അവർക്ക് തോന്നിയതുപോലെ വീതിക്കുകയാണ്. അങ്ങനെ വീതിക്കുമ്പോൾ ഇഷ്ടക്കാരായവർക്ക് അധികം കൊടുക്കും. കേരളത്തിന് അർഹതപ്പെട്ടതിലും വലിയ തോതിൽ കുറവ് വരുത്തുന്നു. ഇതിനോടൊപ്പം തന്നെ കേരളത്തിന് ലഭിക്കേണ്ട റവന്യൂ കമ്മി ഗ്രാൻറ്റ് ആ കാര്യത്തിലും നേരത്തെയുള്ള അത്രയും തുക അനുവദിക്കില്ല എന്ന നിലപാടാണ്. ഈ കാര്യങ്ങളിലെല്ലാം ധനകാര്യ കമ്മീഷനുകളെ തന്നെ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് അർഹതപ്പെട്ടത് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നില്ല. വലിയ കുറവ് അതിലുണ്ടാകുന്നു. ഇത് ഒരു ഭാഗം. വേറൊരു ഭാഗം നമ്മളും സംസ്ഥാനവും കേന്ദ്രവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ സാധാരണ സംസ്ഥാനം ചെലവിട്ടു പോകും. പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് ചെലവിട്ട പണം വാങ്ങുകയും ചെയ്യും. ഇവിടെ പ്രശ്നം കേന്ദ്ര വിഹിതം അനുവദിക്കുന്നില്ല. അപ്പോഴേക്കും സംസ്ഥാനം ചെലവിട്ട് കഴിഞ്ഞു. അത് കുടിശ്ശികയായി കിടക്കുകയാണ്. പദ്ധതി അംഗീകരിച്ചതാണ്. ആ പദ്ധതി അനുസരിച്ച് നൽകേണ്ട കേന്ദ്ര വിഹിതം സംസ്ഥാനം ചെലവിട്ടതുപോലും നൽകുന്നതിന് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ 5000 കോടിയിൽ പരം രൂപയാണ് നമ്മുടെ സംസ്ഥാനത്തിന് നൽകാനുള്ളത്. ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെ താളം തെറ്റിക്കുന്ന നടപടിയാണ്. ഇതോടൊപ്പം ഒരു സംസ്ഥാനത്ത് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിന് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന നിലവിൽ അതിന് ചിലപ്പോൾ വായ്പയെ ആശ്രയിക്കേണ്ടി വരും. വായ്പയെ ആശ്രയിക്കുന്ന തെറ്റായൊരു കാര്യമല്ല. ഏത് ഗവൺമെൻറ്റും വായ്പയെടുക്കും. നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത അത് സംസ്ഥാനം തന്നെ നോക്കേണ്ട കാര്യമാണ്. അത് ഭരണഘടന സംസ്ഥാനങ്ങൾക്കാണ് അധികാരം നൽകുന്നത്. അതിൻ്റെ ഭാഗമായി നമുക്ക് നാടിൻ്റെ വികസനത്തിന് ആവശ്യമായി വരുന്ന ഫണ്ടിന് കയ്യിൽ കാശില്ലാതെ വന്നാൽ വായ്പയെടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. നമ്മുടെ സംസ്ഥാനം എത്ര വായ്പയെടുക്കണം അതിനെക്കുറിച്ച് നമ്മുടെ നിയമസഭ തന്നെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്.
അതനുസരിച്ച് സർക്കാരിന് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായി, നിയമവിരുദ്ധമായി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടുകയാണ്. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്കുള്ള അവകാശം കേന്ദ്ര ഗവൺമെൻറ് കവർന്നെടുക്കുന്നു. സംസ്ഥാനത്തോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങൾ നിശ്ചയിക്കുന്ന പരിധിയിൽ മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ, നിയമവിരുദ്ധമായ സമീപനമാണ്. ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വല്ലാതെ വെട്ടിക്കുറക്കുന്നു. അതായത് കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ട് കടമായി സ്വീകരിക്കുന്നതിന് വലിയ തടസ്സം കേന്ദ്രം സൃഷ്ടിച്ചിരിക്കുന്നു. ഇത് നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന മറ്റൊരു നടപടിയുണ്ട്. ഈ കുറച്ച പരിധി, ആ പരിധി അനുസരിച്ചുള്ള വായ്പ എടുക്കാൻ പറ്റില്ല എന്നതാണ് പ്രയോഗത്തിൽ വന്നിട്ടുള്ളത്. അത് നമുക്കറിയാം, നമ്മുടെ കേരളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. നാടിൻ്റെ മുഖച്ഛായ മാറ്റും വിധമുള്ള ഇടപെടലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലയും വലിയ പുരോഗതി ആർജിച്ചിരിക്കുന്നു. അതിനിടയാക്കിയത് നമ്മുടെ ബജറ്റിന് പുറത്ത് നാം ഒരു സാമ്പത്തിക സ്രോതസ്സായി കിഫ്ബിയെ കണ്ടുകൊണ്ട് കിഫ്ബിയെ പുനർജീവിപ്പിക്കുകയുണ്ടായി. അത് മുഖേന ഈ 7 വർഷത്തിൻ്റെ അനുഭവമെടുത്താൽ 83,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നാട്ടിൽ ഏറ്റെടുത്തിട്ടുള്ളത്. അത്ര വിപുലമായ വികസന പ്രവർത്തനങ്ങൾ കേരളം ഒരു രീതിയിലും മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഭാഗമായി ആവണം കിഫ്ബിയുടെ വായ്പ, കിഫ്ബി എടുക്കുന്ന വായ്പ നിങ്ങളുടെ സംസ്ഥാന കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തും എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അത്രയും തുക കുറച്ചേ കടമെടുക്കാൻ പറ്റൂ എന്നർത്ഥം. ഇത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് നേരെയുള്ള കയ്യേറ്റം തന്നെയാണ്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇതൊന്നും ബാധകമല്ല. കിഫ്ബിയെ പോലുള്ള ഒരു ഏജൻസിയാണ് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി. അവരിഷ്ടം പോലെ വായ്പ എടുക്കുന്നുണ്ട്. അത് ഇന്ത്യ ഗവൺമെൻറ് വായ്പയായി പരിഗണിക്കുന്നുമില്ല. അത് ഞങ്ങൾക്കങ്ങനെ ചെയ്യാം, നിങ്ങൾക്കത് പാടില്ല. ഈ ന്യായമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത്. ഇതുമാത്രമല്ല കുറവ്. നമുക്കറിയാം, കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ 1600 രൂപയാണ് നമ്മളിപ്പോൾ നൽകുന്നത്. നേരത്തെ 600 ഉണ്ടായതാണ് 1600 എത്തിയത്.
ആ സാമൂഹ്യക്ഷേമ പെൻഷൻ മാസം തോറും കൃത്യമായി നൽകാനാവണം. ഇതാണ് സർക്കാർ ആഗ്രഹിക്കുന്ന കാര്യം. അതിനായി ഒരു പ്രത്യേക കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പെൻഷൻ നൽകാനുള്ള തുക കണ്ടെത്തും. ആ തുക പിന്നീട് സർക്കാർ അവർക്ക് നൽകും. ഇതാണ് നടന്നു പോകുന്നത്. ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചില തടസ്സങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്താണിത്? ഇത്രയധികം പെൻഷൻ എന്തിനാണ് കൊടുക്കുന്നത്? 1600 രൂപ പെൻഷനായി കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതോടൊപ്പം തന്നെ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, ഇത്രയധികം ആളുകൾക്ക് എന്തിനാണ് കൊടുക്കുന്നത്? 62 ലക്ഷത്തോളം പേർക്ക് നിങ്ങൾ കൊടുക്കുകയല്ലേ, എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അത് ധനമന്ത്രി തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. പക്ഷേ നമ്മുടെ നാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി പോകാൻ സർക്കാർ തയ്യാറല്ല എന്നത് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അവരുടെ നയം, സാമ്പത്തിക നയം ആഗോളവൽക്കരണ നയത്തിൽ അധിഷ്ഠിതമായതാണ്. അതിൻ്റെ ഭാഗമായാണ് അവരുടെ നയം നടപ്പാക്കുന്നത്, സാമ്പത്തിക നയം നടപ്പാക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലെ, രാജ്യത്തെ കൂടുതൽ പാപ്പരീകരിക്കുന്ന രീതിയാണുണ്ടായിട്ടുള്ളത്. സമ്പന്നരെ അതിസമ്പന്നരാക്കുകയും അതോടൊപ്പം ദരിദ്രരെ കൂടുതൽ പാപ്പരീകരിക്കുകയും ചെയ്യുന്ന നിലയാണ് രാജ്യത്താകെയുള്ളത്. അവരുടെ കണക്കെടുത്താൽ നമുക്ക് കാണാൻ കഴിയും, 2013 ദരിദ്രാവസ്ഥ നോക്കിയാൽ ആഗോള വിശപ്പ് സൂചികയിൽ നമ്മുടെ രാജ്യം 55-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ 2023 ആയപ്പോൾ നമ്മുടെ സ്ഥാനം എത്രയാ? 111-ാം സ്ഥാനം. നേരെ ഉപ്പുകുത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ് നയത്തിൻ്റെ പ്രത്യേകത. ആ നയമല്ല നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ രാജ്യത്തിൻ്റെ കണക്കെടുത്താൽ കാണാൻ കഴിയും, ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം ഇന്ത്യയിൽ കേരളമാണ്. നമ്മുടെ അതിദരിദ്രരുടെ എണ്ണമെടുത്താൽ ആ അതിദരിദ്രർ കേരളത്തിൽ 0.7% മാത്രമാണ്. ഈ 0.7%-നെ എങ്ങനെയാണ് നാം കണ്ടത്? സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 2025 നവംബർ 1. ആ 2025 നവംബർ 1-ന് ഈ കേരളത്തിൽ ഈ 0.7% അതിദരിദ്രരുള്ളതിൽ ഒരു കുടുംബമോ ഒരാളോ ആ അതിദരിദ്രരായിട്ട് അവശേഷിക്കില്ല. അവരെല്ലാവരെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും എന്നാണ് സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചത്. അത് യാഥാർത്ഥ്യമാകുന്നുവെന്നാണ് ഈ കഴിഞ്ഞ നവംബർ 1-ന് എത്ര പേരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന കണക്ക് സംസ്ഥാനം പുറത്തുവിട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, യാഥാർത്ഥ്യമാക്കാൻ പോകുന്നൊരു കാര്യം. അതോടെ എന്താകും? അതിദരിദ്രരില്ലാത്തൊരു നാടായി നമ്മുടെ കേരളം മാറും. അങ്ങനെ മറ്റേതെങ്കിലും സംസ്ഥാനം ഉണ്ടാകുമോ രാജ്യത്ത്? ഇതാണ് നാം നടപ്പാക്കുന്ന ബദൽ നയത്തിൻ്റെ പ്രത്യേകത.
കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന നയം ഇപ്പോൾ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ നേരത്തെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് ഈ നയം തുടങ്ങി വെച്ചത് എന്ന് നമ്മൾ ഓർക്കണം. രണ്ടു കൂട്ടർക്കും ഒരേ സാമ്പത്തിക നയമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് അതേ സാമ്പത്തിക നയം ഇവിടെ 2011-16 കാലത്ത് UDF സർക്കാർ ഇവിടെ നടപ്പാക്കിയപ്പോൾ കേരളമാകെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയുണ്ടായി. നാം ആ നയത്തോട് യോജിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ ഭാഗമായി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ ഈ കമ്പനി എടുക്കുന്ന വായ്പ നിങ്ങളുടെ കടപരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വളരെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത് 2016 ശേഷമുള്ള ഈ 7 വർഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട തുകയിൽ എത്രയാണ് കുറവ് വന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു മുട്ടാപ്പോക്ക് നയത്തിൻ്റെ ഭാഗമായി? അത് ചെറിയ സംഖ്യയല്ല. അതായത് 10-100 കോടിയല്ല, അല്ലെങ്കിൽ 100-1000 കോടിയല്ല. 1,07,500 കോടിയിൽ പരം രൂപയുടെ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് പ്രശ്നം. ഇതാണ് വർഷങ്ങളോളം നമ്മുടെ നാടിനെ തകർക്കാനുതകുന്ന നയമെന്ന് ഞങ്ങൾ പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ തകർക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നാം ഈ നയത്തെ ചോദ്യം ചെയ്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ നമ്മൾ തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ല, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, കേരളം ഒന്നിച്ച് പറയണം, ഈ നില തിരുത്തണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. നിങ്ങൾ യോജിച്ച് നിൽക്കാൻ തയ്യാറാവണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ നാം തമ്മിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം നമുക്ക്. ഇത് പറഞ്ഞത് ഈ നാടിനു വേണ്ടി കേരളത്തിൻ്റെ മന്ത്രിസഭയാണ്. ആ അഭ്യർത്ഥനയോട് പ്രതികരണം എങ്ങനെയാണ് വന്നത്? ഉടനെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഖ്യാപനം വന്നു, നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല. ഇതാണ് നില. ഇതിൻ്റെ എല്ലാം ഭാഗമായുള്ള അവരുടെ സമീപനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു അവസ്ഥ വന്നിട്ടുള്ളത്. നവകേരള സദസ്സ് ബഹിഷ്കരിച്ചതും ഈ സമീപനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ജനങ്ങൾ അതിനോടൊപ്പമല്ല. എല്ലാ വിഭാഗവും നവകേരള സദസ്സിൻ്റെ ഭാഗമാവുകയാണ്. 10,000-ങ്ങളാണ് ഈ സദസ്സിൻ്റെ ഭാഗമായി ഒഴുകിയെത്തുന്നത്. ആ 10,000-ങ്ങൾ ഒരു ഭേദചിന്തയുമില്ലാതെ സർക്കാരിന് വലിയ കരുത്താണ് പകരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ സദസ്സിലെത്തുന്ന 10,000-ങ്ങൾ സർക്കാരിന് കൃത്യമായ സന്ദേശം നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്താണ്. അത് മതി. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ ഉണ്ട്. ഇല്ല, അതിന് കണ്ടില്ല.